അപ്പൊ ജനങ്ങളെല്ലാം പറഞ്ഞ കാര്യമുണ്ട്, സമാധാനം നഷ്ടപ്പെട്ട മനുഷ്യനാണ് മദ്യത്തിന് അടിമയായിത്തീരുന്നത്, കഞ്ചാവിന് അടിമയായിത്തീരുന്നത്. അതിന് ഓരോ ദിവസവും മനുഷ്യരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കും, അതിന്റെ അകത്ത് നിന്ന് നമുക്കൊരു മാറ്റം ആവശ്യമല്ലേ? നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ തലമുറ, നമ്മുടെ സമൂഹം നന്നാകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ മദ്യത്തോട് വിട പറയണം. നമ്മൾ ഈ മയക്കുമരുന്നിനോട് വിട പറയുന്ന കാര്യം ഇന്ന് പകൽ മറന്നു പോകരുത്. മദ്യത്തിനെ ആശ്രയിക്കുന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അവൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഈ മദ്യത്തിനെ ആശ്രയിക്കുന്നത് കൊണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട്. മനുഷ്യൻ മദ്യമായ കൊണ്ട് അവൻ മദ്യത്തെ ആശ്രയിക്കുമ്പോൾ അവനെ കാർന്നു പിടിക്കുന്ന അനേകം മാരക രോഗങ്ങൾ അവനെ കാർന്നു പിടിച്ചുകൊണ്ടിരിക്കുക. ക്യാൻസർ പോലുള്ള മാരക രോഗത്തിന് അവനെ അടിമയായിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് അവരുടെ ജീവിതം അവസാനിക്കുന്നില്ല. എന്നാൽ ചില നാളുകൾ ഇങ്ങനെ മുന്നോട്ട് കടന്നു പോകുമ്പോൾ തന്നെ അവരുടെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുക. ഞാൻ കഴിഞ്ഞ സംഭവത്തെ കുറിച്ച് ഇങ്ങനെ ഓർക്കുവാനായിട്ട് വന്നത് ഇങ്ങനെയാണ്: നല്ലൊരു യൗവനക്കാരൻ, അദ്ദേഹം ചെറിയ ചക്രവേദന ഉണ്ടായി. എല്ലാവരും പറഞ്ഞു, നീ ആശുപത്രി പോയി മരുന്ന് മേടിക്കാൻ പറഞ്ഞു. പക്ഷേ അവൻ പറഞ്ഞു, ഇല്ല, നമുക്ക് നാളെ പോയി മരുന്ന് മേടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അന്നും താൻ പോയി മദ്യം കഴിച്ചു. ആ രാത്രിയിൽ അസ്വസ്ഥമായി ഉറങ്ങി. പ്രഭാതത്തിൽ അവർക്ക് നോക്കുമ്പോൾ നല്ല യൗവനക്കാരൻ മരിച്ചു കിടക്കുന്ന അവസ്ഥ കാണാനിട വന്നു. അതുകൊണ്ട് മദ്യത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം അവിടെ വെച്ച് അവസാനിക്കുന്ന കുടുംബങ്ങളെ നമുക്ക് കാണാൻ കഴിയും.